കെ.എസ്.ആർ.ടി.സിയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ പ്രതികരിച്ചിരുന്നു. ഈ ബുധനാഴ്ച അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓർഡിനറിയിൽ നടപ്പിലാക്കിയാൽ വർഷം 712 കോടിയായിരിക്കും. ഡീറ്റെയിൽസ് എല്ലാം CM തന്നെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറയും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളുണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം, APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഏത് സെക്ടറിലാണോ കൊടുക്കുന്നത് അത് പൂർണ്ണമായും സ്ത്രീകൾക്കുള്ളതായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിനുള്ള അതും ഇതിൻ്റെ കൂടെ കൊടുക്കും. അതിപ്പോൾ പറയാൻ മന്ത്രിസഭാ യോഗം കഴിയണം. അതിന് ചില നിയമപരമായ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ ബാധ്യതകൾ. അത് അതെ അതെ തീർച്ചയായിട്ടും അതെ. അതിപ്പോ 60 കോടി രൂപയാണ് ഓർഡിനറിയിൽ മാത്രമാണെങ്കിൽ. 712 കോടി രൂപ ഓർഡിനറി മാത്രമാണെങ്കിൽ, ഒരു 1300 കോടി രൂപ വരെ എല്ലാറ്റിലും ആണെങ്കിൽ. ഇതാണ് എൻ്റെ രണ്ട് വ്യത്യാസം. അപ്പോൾ അതിൽ നമുക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കുക. ഏത് തീരുമാനം എടുത്താലും ഗവൺമെൻറ് അത് സബ്സിഡൈസ് ചെയ്യും. KSRTCയുടെ ടിക്കറ്റ് വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ടിക്കറ്റേതര വരുമാനത്തിൽ നിന്ന് അത് കൊടുക്കാൻ കഴിയില്ല. കാരണം KSRTC ഇപ്പോൾ തന്നെ ശമ്പളത്തിനും പെൻഷനും വേണ്ടി ഗവൺമെൻറ് ഏതാണ്ട് 125 കോടി രൂപ പ്രതിമാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പായിട്ട് KSRTC ഗവൺമെൻറ് തരും. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമുകൾ. ഒരു മിനിറ്റ്, എന്താ ചോദിച്ചത്? ശമ്പളവും പെൻഷനും ഉൾപ്പെടെ സ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന സംഭവം ഇപ്പോൾ കോർപ്പറേഷനാണ് നൽകുന്നത്. ഇപ്പോൾ സ്റ്റേറ്റിന്റെ സഹായമുണ്ട്. സ്റ്റേറ്റ് ഏറ്റെടുത്തിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയതായിട്ട് ചില സംസ്ഥാനങ്ങൾ കാണുന്നത്. അതും ഫലത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. ഇല്ല ഇല്ല അല്ല, ഒരു നിശ്ചിത സമയം നോക്കുമ്പോൾ നമുക്കറിയാലോ. ഇപ്പൊ നമുക്ക് ആർക്കും, ഇപ്പൊ മാധ്യമങ്ങൾക്കോ എനിക്കോ അല്ലെങ്കിൽ എക്സ്പേർട്ടുകൾക്ക് പോലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അറിയില്ലല്ലോ. 15-ാം തീയതി തുടങ്ങും ഉറപ്പ്. അതൊന്നും ഞാൻ പറഞ്ഞില്ല. ആശങ്ക KSRTCക്ക് വേണ്ട. അത് കൃത്യമായൊരു മോഡല് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഫിനാൻസ് സെക്രട്ടറി, അതുപോലെ തന്നെ KSRTC MDയും ബന്ധപ്പെട്ട ഓഫീസർമാരെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. KSRTC ജീവനക്കാർക്കോ അല്ലെങ്കിൽ KSRTCയെ കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ആളുകൾക്കോ ഒരാശങ്ക ആവശ്യമില്ല. ഓർഡിനറിയിലാണ് നടപ്പാക്കുന്നതെങ്കിൽ പല മേഖലകളിൽ ഓർഡിനറി കുറവാണെന്നൊക്കെ ആക്ഷേപമുണ്ട്. അപ്പോൾ അവിടേക്ക് എത്തിക്കാൻ വേണ്ടി അല്ല, അത് ഞാൻ ഓർഡിനറി ഞാൻ പറഞ്ഞില്ലല്ലോ. അത് 10-ാം തീയതി പറയാം. എന്തായാലും സൗജന്യ യാത്രയാവുമ്പോൾ ഈ യാത്രക്കാരുടെ എണ്ണം കൂടും. സ്വാഭാവികം ബസ്സുകളുടെ എണ്ണം കൂട്ടേണ്ടി വരില്ലേ? കൂടുമോ ഒന്ന് നോക്കാം. കൂടുകയാണെങ്കിൽ നമുക്ക് അത് ഞാൻ പറഞ്ഞില്ലല്ലോ. മറ്റൊരു കാര്യമേ, ഈ ഞാനിപ്പോ പറയുന്നത് 15-ാം തീയതി സൗജന്യ യാത്ര ഉണ്ടായിരിക്കും. അത് 10-ാം തീയതിയിലെ ക്യാബിനറ്റ് പ്രഖ്യാപിക്കും. സർ, മറ്റൊരു കാര്യം ഈ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യുവാക്കളെ കയ്യിലെടുക്കാൻ വേണ്ടി നിരവധി മോഡിഫിക്കേഷനാണ് വാഹനങ്ങളിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ പ്രഖ്യാപനത്തിന് ശേഷം വലിയൊരു നിരാശയാണ് യുവാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. നിരാശപ്പെടേണ്ട, നമുക്ക് മാന്യമായ രീതിയിൽ ചെയ്യാം. അത് ഇത് 15-ാം തീയതി ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. KSRTC ബസ്സുകളിലെ സൗജന്യ യാത്ര എങ്ങനെ അത് ബാധ്യത ഉണ്ടാക്കില്ലേ? പല പല സംശയങ്ങളുണ്ട്. അതിനുള്ള മറുപടി, ഒരു പ്രാഥമിക മറുപടിയാണ് ഇപ്പോൾ മന്ത്രി നൽകുന്നത്. മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് വളരെ വിശദമായി തന്നെ ഇതേക്കുറിച്ച് പറയാം എന്നതാണ് മന്ത്രി പറയുന്നത്.